അതിയാമ്പൂര് ബാലബോധിനി വായനശാല ഗ്രന്ഥാലയത്തിന്റെ 73ാം വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനം വ്യാഴാഴ്ച നടന്നു. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു, പ്രശസ്തനായ ഒരു സാംസ്കാരിക ചിന്തകൻ യൂറോപ്പിലെ ജനാധിപത്യ ആശയങ്ങൾ വളർന്നു വന്നതിന്റെ ചരിത്രം വിവരിക്കുമ്പോൾ പറയുന്നുണ്ട്, യൂറോപ്പിൽ ഇതുപോലെ ഇംഗ്ലണ്ടിലെ കോഫി ക്ലബ്ബുകൾ, ജർമ്മനിയിലെ സാഹിത്യ സമാജങ്ങൾ, അതുപോലെ ഫ്രാൻസിലെ ഗ്രഹസദസ്സുകൾ, നമ്മൾ വീട്ടിൽ നമ്മൾ കോലായ എന്ന് പറഞ്ഞൊരു സംഭവം, ഇവിടെ എന്താ പറയാൻ നിൽക്കുന്നത്, കോലായ അല്ലേ? ഈ കോലായുടെ പ്രത്യേകത എന്താണ്? കോലായുടെ പ്രത്യേകത പുറത്തുള്ളവർ അകത്തേക്ക് വരും, അകത്തുള്ളവർ പുറത്തേക്ക് വരും അല്ലേ? ഇങ്ങനെ അകത്തുള്ളവർ പുറത്തേക്ക് വരികയും പുറത്തുള്ളവർ അകത്തേക്ക് വരികയും അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചിരിക്കുകയും അല്ലേ? അതാണ് കോലായ. അത്തരത്തിലുള്ള കോലായകളിൽ നടക്കുന്ന സംവാദങ്ങൾ, വായനശാലകളിൽ നടക്കുന്ന സാഹിത്യ ചർച്ചകൾ, കോഫി ക്ലബ്ബുകളിൽ വൈകുന്നേരങ്ങളിൽ ആളുകൾ ഒത്തുകൂടി നടത്തുന്ന സംഭാഷണങ്ങൾ, ഇത്തരത്തിലുള്ള ചില സ്ഥലങ്ങളിലൂടെയാണ്, ഇടങ്ങളിലൂടെയാണ്, വേദികളിലൂടെയാണ്, വളരെ അനൗപചാരികമായ അനാസൂത്രിതമായ ഇത്തരത്തിലുള്ള വേദികളിൽ നടന്ന തുറന്ന സംവാദങ്ങളിലൂടെയാണ്, സൗഹൃദങ്ങളിലൂടെയാണ്, കൂട്ടായ്മകളിലൂടെയാണ് യൂറോപ്പിലെ ജനാധിപത്യ ആശയങ്ങൾ നാമ്പെടുത്തു വന്നത് എന്ന് പ്രശസ്തനായ ഒരു സാംസ്കാരിക വിമർശകൻ പറഞ്ഞ ഒരാശയം നിങ്ങളുടെ ഈ വായനശാലയുടെ ഉത്ഭവത്തെക്കുറിച്ച് മാധവേട്ടൻ എഴുതിയ വാക്കുകൾ എന്നെ ഓർപ്പിക്കുകയാണ്. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പൂർത്തിയാക്കിയ മുൻ MLA അഡ്വക്കേറ്റ് കെ പുരുഷോത്തമനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ B രാജൻ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ AK ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, വേണു കോടോത്ത്, M രാഘവൻ, ഡോക്ടർ K പ്രഭാകർ ഷേണായി തുടങ്ങിയ നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വൈകുന്നേരം 8 മണിക്ക് കണ്ണൂർ സംഘചേതനയുടെ 2 ഇടങ്ങഴി നാടകം അവതരിപ്പിച്ചു.